സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ നമുക്ക് വായിക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രിയനായ യോവാശിന്റെ കരുവേലകത്തിൻ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പു മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കീന് അരികെ വച്ച് മെതിക്കയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ ഗിദെയോൻ എന്നൊരു യൗവനക്കാരനെ നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ പേരെന്താണ്? ഗിദെയോൻ. ഈ ഗിദെയോൻ ഒരു ഭീരുവാണ്. മിദ്യാനിയർ വന്ന് ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുന്നതായ സമയത്ത് അവർക്ക് അടിമകളായി പോയിട്ട് അവരാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ ഒന്നും ചെയ്യുവാൻ പറ്റാത്തതായ അവസ്ഥയിൽ അവരെ ഭയപ്പെട്ടു പോയിട്ട് ധാന്യമെല്ലാം മാറ്റിവെക്കുകയാണ്. ഗോതമ്പ് ധൈര്യത്തോടെ അവരുടെ മുൻപിൽ വെച്ച് മെതിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് അവർ എടുത്തുകൊണ്ട് പോകാനിടയാകും. നിങ്ങൾ വിതച്ച വിത്തുകളെല്ലാം ഫലിക്കുന്ന സമയത്ത് അവർ വന്നത് കൊയ്തുകൊണ്ടുപോകും. നീ അധ്വാനിച്ചുണ്ടാക്കിയ പണം വന്നിട്ട് അവർ എടുത്തുകൊണ്ടുപോകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ കാലത്ത് ഇസ്രായേൽ മക്കൾ മുഴുവൻ ഉപദ്രവിക്കപ്പെട്ട് തകർക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ ഇസ്രായേൽ മക്കൾ ആരാണ്? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അബ്രഹാമിന്റെ മക്കൾ. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും, നീ എൻ്റെ ഹിതം ചെയ്യുക, ഞാൻ പറയുന്ന വഴികളിൽ കൂടി നീ പോകൂ, എന്നിൽ നീ വിശ്വാസം അർപ്പിക്കൂ. അങ്ങനെ ഒരു പ്രത്യേക ജനമായിട്ട്, വാഗ്ദത്ത ജനമായിട്ട് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. എന്നാൽ അങ്ങനെയുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ജനങ്ങൾ അടിമകളായി പോകേണ്ട കാര്യം എന്താണ്? അവർക്ക് കഷ്ടത വരേണ്ട കാരണം എന്താണ്? ഇസ്രായേൽ മക്കൾ എല്ലായ്പ്പോഴും ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അനുസരിച്ചിരുന്നില്ല. നാം കേൾക്കുമോ? ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ, നമുക്ക് അനുകൂലമായ കാര്യമാണെങ്കിൽ, നമുക്ക് ലാഭം വരുന്ന കാര്യമാണെങ്കിൽ നാം കേൾക്കും. ശരിയല്ലേ? നമുക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ, നമുക്കത് ആവശ്യമില്ല എങ്കിൽ, നമുക്കത് ഇഷ്ടമില്ല എങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ നമ്മുടെ ഇഷ്ടം പോലെ നാം ചെയ്യും. നമ്മുടെ ഇഷ്ടമാണോ നല്ലത്? ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നല്ലത്? എല്ലാവർക്കും അതറിയാമല്ലോ. പിന്നെ ആര് പറയുന്നതാണ് നാം കേൾക്കേണ്ടത്? ഈ പഴം നിങ്ങൾ തിന്നുവാൻ പാടില്ല, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അത് ദൈവത്തിന്റെ വാക്കാണ്. പിശാചിന്റെ വാക്കെന്താണ്? നിങ്ങൾ മരിക്കുകയില്ല. ആദാമും ഹവ്വയും ആരുടെ വാക്കാണ് കേട്ടത്? ദൈവത്തിന്റെ വാക്കാണ്. എന്തുകൊണ്ട് അവർ കേട്ടില്ല? അന്നു മുതൽ ഇന്നുവരെയും മനുഷ്യന്റെ ആലോചന എന്താണെന്ന് വെച്ചാൽ, തിന്നാൻ കിട്ടിയാൽ അത് മതി. എന്താണ്? കഴിക്കുന്ന കാര്യത്തിൽ ആളുകൾ വീണുപോകും. അതാണ് മനുഷ്യൻ. തിന്നുക, കുടിക്കുക. എന്തിനാണ് ജീവിക്കുന്നത്? തിന്നുക, കുടിക്കുക. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ മാത്രം വേണ്ട എന്ന് മനുഷ്യൻ പറയുകയില്ല, വേണ്ടെന്ന് പറയില്ല. അന്ന് ദാനിയേലിന് രാജാവിൻ്റെ വിരുന്നുശാലയിൽ ബൊഫെ പോലെയായിരുന്നു. ബൊഫെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു 10-60ഓളം ഡിഷുകൾ അവിടെ ഉണ്ടായിരിക്കും. എല്ലാം പലതരത്തിലുള്ള പഴങ്ങൾ, ആഹാര സാധനങ്ങൾ, ബിരിയാണി, റൊട്ടി, എല്ലാം മാംസാഹാരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഒന്നിനും കുറവില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് പ്ലേറ്റ് കൊണ്ടുവിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടത്തിന് എടുത്ത് കഴിക്കാമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ കഴിക്കാം. അങ്ങനെയുള്ള രാജാവിൻ്റെ ഭോജനം സൗജന്യമായി ഭക്ഷിക്കാതെ, അതുപോലെ ആ ഭക്ഷണത്തിനോടൊപ്പം കിട്ടുന്ന വൈന്, അതുപോലെ വീഞ്ഞ്, ലഹരി പിടിപ്പിക്കുന്ന അത്തരം പാനീയങ്ങളൊന്നും കുടിക്കാതെ ദാനിയേൽ എന്ന ആ യൗവനക്കാരൻ തീരുമാനമെടുക്കാനിടയായി. നാം ആയിരുന്നുവെങ്കിലോ? കല്യാണം എന്ന് കേട്ടാൽ എല്ലാവരും ഓടിപ്പോയി. എന്താണ്? ഇഷ്ടത്തിന് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലേ? ദാനിയേൽ എന്താണ് അവിടെ പറഞ്ഞത്? എനിക്ക് വേണ്ട ഈ വിഗ്രഹാർപ്പിതമായ ഭക്ഷണ സാധനങ്ങൾ, ഈ ലഹരി പിടിപ്പിക്കുന്ന പാനീയങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ശരീരത്തെ ഞാൻ
അശുദ്ധമാക്കുകയില്ല. ഓരോ തവണയും പാപം നമ്മളെ ആകർഷിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട എന്ന് പറയുവാൻ കഴിയണം. പണം തന്നാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? സ്വർണം കൊണ്ടു തന്നാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? സ്വർണം കൊണ്ടുവരുമ്പോൾ അരുതെന്ന് പറയുമോ? ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ഉരുള, അത് സ്വർണമാണെന്ന് വിചാരിക്കൂ. അത് നിന്റെ കയ്യിൽ കൊണ്ടു തന്നാൽ വേണ്ട എന്ന് പറയുമോ നീ? നായമാൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം സ്വർണം, വെള്ളി, അതുപോലെ നല്ല വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എലീശയുടെ കയ്യിൽ കൊണ്ടുവന്നപ്പോൾ എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ ചെന്ന നാട്ടിൽ പറയുവാനിടയാവും, പണം കൊടുത്തിട്ടാണ് സൗഖ്യം നൽകിയതെന്ന്. പണം കൊടുത്തിട്ടുള്ള സൗഖ്യമല്ല നീ പ്രാപിച്ചത്, യേശുവിൻ്റെ നാമത്തിലാണ് സൗഖ്യം പ്രാപിച്ചത്. പണം കൊടുത്തിട്ട് വരങ്ങൾ പ്രാപിക്കുവാൻ കഴിയില്ല. ആ മന്ത്രവാദിയായ ശീമോൻ പണം സഞ്ചിയിൽ കൊണ്ടുവരാനിടയായി. പത്രോസിന്റെ മുൻപിൽ കൊണ്ടുവച്ചു. ഇതാ, ഈ പണം മുഴുവൻ എടുത്തുകൊള്ളൂ, എന്നിട്ട് ഞാൻ ആരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇടയാകണം. പത്രോസ് എന്താണ് പറഞ്ഞത്? എന്താടാ, പരിശുദ്ധാത്മ ഇങ്ങനെ ചീപ്പായിട്ട് ലഭിക്കുമോ? ഒരു കിഴി പോരാ, ഇനി 2-3 കിഴിയുടെ കൊണ്ടുവരാൻ പറഞ്ഞോ? നീ ദ്രവ്യം കൊടുത്തിട്ട് ദൈവത്തിന്റെ വരം ആഗ്രഹിച്ചത് കൊണ്ട് നിന്റെ വെള്ളി നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ഒരു ദേശത്ത് ദൈവത്തെ അറിഞ്ഞവർക്കും ദൈവത്തെ അറിയാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം, മാറ്റം എന്താണെന്ന് വെച്ചാൽ, നാം നോ എന്ന് പറയുവാൻ പഠിക്കണം. വേണ്ട എന്ന് പറയുവാൻ നാം പഠിക്കേണ്ടതാണ്. പാപം പ്രവർത്തിക്കേണ്ട കാര്യം വരുമ്പോൾ, അശുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട സംഗതി വരുമ്പോൾ, കൈക്കൂലി വാങ്ങേണ്ടതായ സന്ദർഭം വരുമ്പോൾ, വഞ്ചന ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ, കള്ളം പറയേണ്ടതായ സാഹചര്യം വരുമ്പോൾ, ഞാൻ പറയുകയില്ല, ഞാൻ ചെയ്യുകയില്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറയണം. എപ്പോഴാണോ നാം അങ്ങനെ പറയാതിരിക്കുന്നത്, പാപം ചെയ്യുന്നവരോടുകൂടെ നാം ഏകീഭവിക്കുന്നത്, നാം അവരോട് സമ്മതം മൂളുമ്പോൾ, നമ്മുടെ ദേഹത്തെ അശുദ്ധമാക്കി മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം നഷ്ടപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ സ്നേഹിക്കുകയല്ലാതെ ദൈവം ശിക്ഷിക്കുകയില്ല. നമ്മുടെ കർത്താവിനെ നോക്കൂ. കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കുകയല്ലാതെ ആരുടെയെങ്കിലും കൈ തല്ലിയൊടിക്കുവാൻ ഇടയായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ്? വമ്പു പറയുന്ന നാവിനെ യഹോവ ഛേദിച്ചു കളയുമെന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഇതുവരെ ആരുടെയെങ്കിലും നാവ് ഛേദിച്ചു കളഞ്ഞിട്ടുണ്ടോ? കള്ളം പറയുന്നവരുടെ നാവ് ഛേദിച്ചു കളയുമെന്നാണ് വചനം പറയുന്നത്. കള്ളം പറയുന്നവരുടെ നാവ് ഛേദിച്ചു കളയുകയാണ് എങ്കിൽ അങ്ങനെ എത്ര പേർക്കിവിടെ ഹല്ലേലൂയയും സ്തുതിയും പാടുവാൻ കഴിയും? ദൈവം ഒരുപാട് ക്ഷമിക്കുന്നൊരു ദൈവമാണ്. നമ്മെ അവൻ അടിക്കുന്നില്ല, നമ്മെ അവൻ ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മെ ശിക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളെ നാം അടിക്കാതെ എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്, എൻ്റെ മുത്താണ്, ചക്കരയാണ് എന്ന് നാം വിചാരിക്കുകയാണ് എങ്കിൽ തലയിൽ കയറുമെന്നാണ് പറയുന്നത്. തലയിൽ കയറുമെന്ന്, അതായത് വഴിതെറ്റിപ്പോകും. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായക കൊണ്ട് മനുഷ്യൻ, ശിക്ഷാവിധി തൽക്ഷണം വരാത്തത് കണ്ടിട്ട് മനുഷ്യൻ ഭയമില്ലാതെ പാപം ചെയ്യുവാൻ, ഉടൻ തന്നെ ശിക്ഷ വരികയാണെങ്കിൽ മനുഷ്യൻ പാപം ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ദൈവം നമ്മെ ശിക്ഷിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് അത് കണ്ടിട്ട് നാം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വില കൊടുക്കുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിനും ക്ഷമയ്ക്കും വില കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള നീചസ്ഥിതിയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് എതിരായി അവർ സംസാരിക്കുകയാണ്, അവർ പ്രവർത്തിക്കുകയാണ്. ദൈവം ചെയ്ത നന്മകളെല്ലാം അവർ മറന്നുപോയി. അവസാനം ദൈവം മിസ്രൈമ്യരുടെ കയ്യിലേക്ക് ഇസ്രായേൽ മക്കളെ ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് അവർക്ക് മിസ്രൈമിൽ എന്താണ് സംഭവിച്ചത്? അവിടെ അടിമകളായി മാറി. എത്ര വർഷക്കാലം എന്നറിയാമോ? 400 വർഷക്കാലം അവിടെ അവർ കഷ്ടത അനുഭവിക്കുവാനിടയായി. അത്രമാത്രം അവരെ മിസ്രൈമ്യർ പീഡിപ്പിച്ചു. ആഹാരമില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ അവർ കഷ്ടത അനുഭവിച്ചു. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കി, അവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ദൈവമേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം മോശയെ വിട്ട് അവിടെ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. മരുഭൂമിയിൽ വെച്ചും അവർ ദൈവത്തിനെതിരെ തിരിഞ്ഞു. എങ്കിലും ദൈവം അവരെ പരിപാലിച്ചു. വീണ്ടും വീണ്ടും ദൈവം അവരെ രക്ഷിക്കുന്നു. വിഷമം വരുന്ന സമയത്ത് ദൈവമെന്ന് പറയുന്നു. വീണ്ടും ദൈവത്തെ അവർ വിട്ടിട്ട് മറന്നുപോകുകയാണ്. ഈ കാലം ആയപ്പോഴേക്കും, ന്യായാധിപന്മാരുടെ കാലഘട്ടം ആയപ്പോഴേക്കും വീണ്ടും ഇസ്രായേൽ ദൈവത്തിനെതിരെ പിറുപിറുത്തപ്പോൾ അവരെ മിദ്യാനരെന്ന മറ്റൊരു ജനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഇവരുടെ കാര്യം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അവർ ഇവരെ എന്താണ് ചെയ്തത്? നോക്കുക, 6-ാമത്തെ വാക്യം വായിക്കാം. ന്യായാധിപന്മാർ 6:1. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത്
ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നീ രോഗത്തിന്റെ പിടിയിലകപ്പെടും, കടഭാരത്തിൽ അകപ്പെട്ടു പോകും, കഷ്ടതയിൽ അകപ്പെട്ടു പോകും. കടബാധ്യതയുള്ളവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കുമോ? രോഗമുള്ളവന്റെ ജീവിതം എങ്ങനെയായിരിക്കും? നല്ല സുഖമായിരിക്കുമോ? മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് നോക്കാം. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. മിദ്യാന്യരാൽ ക്ഷയിച്ച സമയത്ത് അവർ യഹോവയോട് അവർ നിലവിളിക്കാനിടയായി. മിദ്യാന്യർ ഇസ്രായേൽ മക്കളെ പുഴുക്കളെ പോലെയാണ് കണ്ടത്. കൂലിപ്പണി ചെയ്യിപ്പിച്ചു, ഭക്ഷണം കൊടുക്കാതെ അവരെ ദുഃഖിപ്പിച്ചു. അവർ ക്ഷയിച്ചു പോകാനിടയായി. ഒരാൾക്ക് പോലും ആരോഗ്യമില്ല, ഒരാൾക്ക് പോലും നല്ല സമാധാനമില്ല, ഒരാൾക്ക് പോലും സ്വസ്ഥതയില്ല. അവർക്കെല്ലാം രോഗങ്ങളും ദുഃഖങ്ങളുമാണ്. അവരെ ഭരിച്ചുകൊണ്ടിരുന്നതായ മിദ്യാൻ അവരോടൊരു ദയയും കാണിക്കാതെ, വിശ്രമം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ചു, അവരെ ബുദ്ധിമുട്ടിപ്പിച്ചു, അവരെ ഒരുപാട് ക്ലേശിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് അവർ ക്ലേശിപ്പിച്ച ആ സമയത്ത് അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ ഇടയായി. നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് നിലവിളിച്ചത്? ക്യാൻസർ വന്നതിന് ശേഷമാണോ? ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു 3 ലക്ഷം രൂപയാകും, കീമോതെറാപ്പി ചെയ്യണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കർത്താവേ എന്ന് കരഞ്ഞു. എന്താണ്? ഡോക്ടർ മരുന്ന് തരുന്ന ആ സമയത്തും നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ല. രോഗം വന്ന ഉടൻ തന്നെ കർത്താവേ എന്താണ് എനിക്കിങ്ങനെ വേദന വരുന്നത്? ഞാൻ എന്തെങ്കിലും അറിയാതെ പാപം ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഈ രോഗം നീ എടുത്തു മാറ്റുമാറാകണമേ. നിനക്ക് എടുത്തു മാറ്റുവാൻ കഴിയുന്ന രോഗമാണല്ലോ ഉള്ളത്. ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത്, എന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സ്കാൻ ചെയ്യുന്ന സമയത്ത്, പരീക്ഷിക്കുന്ന സമയത്ത് ഒരു രോഗവും ഇല്ലാതിരിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോകൂ. അങ്ങനെ പോയെങ്കിൽ നിനക്ക് രോഗമുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാറുമായിരുന്നു. എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്യുകയില്ല. അവിടെ ചെന്നിട്ടാണ് നാം നിലവിളിക്കുന്നത്. എപ്പോഴാണ്? ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി കടം വാങ്ങി 2-3 ലക്ഷം അങ്ങനെ ചിലവാക്കിയിട്ട് ഇനിയും ഒരു പ്രയോജനമില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ പറയും കർത്താവേ നീ മാത്രമേ ഉള്ളൂ ആശ്രയമെന്ന്. ആദ്യം മുതൽ അവൻ തന്നെയാണ് ആശ്രയം. തുടക്കത്തിൽ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി നാം പഠിക്കണം. ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിക്കുക. ആ പ്രശ്നം വലുതാകാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ, തലവേദന ഉണ്ടാകുമ്പോൾ തന്നെ, അത് ചെറുതായിട്ട് ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവേ ഈ തലവേദന എനിക്ക് ഉണ്ടാകുന്നുണ്ട്, നീ എനിക്ക് സൗഖ്യം നൽകണമേ, നിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കൂ. കുറഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുക്കൽ വന്ന് ചോദിക്കൂ. വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്നാണ് വചനം പറയുന്നത്. അത് കുറയുന്നതുവരെ ദൈവത്തോട് നിലവിളിക്കുക. ഒരു ദിവസം യേശുക്രിസ്തു തോണിയിൽ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുകയാണ്. ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റടിച്ചിട്ട് കടൽ ഇളകി മറിയുന്നു, തിരമാലകൾ ആഞ്ഞടിക്കുന്നു. കർത്താവേ കൊടുങ്കാറ്റടിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചോ? ഇല്ല. എന്താണ് ചെയ്തത്? എടാ തുഴയെടുക്കടാ, എടാ കയറ് വലിക്കടാ, ഹൊയ് 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 എന്ന് 12 പേരും കൂടെ വളരെ കഷ്ടപ്പെട്ട് വലഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അത് കൺട്രോൾ ചെയ്യാമെന്ന് ആ വള്ളത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ, എന്നാൽ ഒരു പ്രയോജനമില്ലാതിരുന്നപ്പോൾ, ഇപ്പോഴത്തെ വെള്ളം കയറുകയാണ്, തോണി മുങ്ങാൻ പോവുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല, ജീവൻ പോകുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അപ്പോഴാണ് നിലവിളിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്താണ് നേരത്തെ പറയാമായിരുന്നല്ലോ. എന്താണ് കർത്താവ് ഉറങ്ങുകയാണെന്നാണ് വിചാരിച്ചത്? അവൻ ഉറങ്ങുകയില്ല. അവൻ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. ഇവരെന്താണ് ചെയ്യുന്നത് നോക്കട്ടെ, എന്നെ വിളിക്കാതെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ആ നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ദൈവം ചെയ്തു തരാത്തത്. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്കത് ലഭിക്കും. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ദൈവത്തിന് ഞങ്ങളുടെ കാര്യം അറിയാമല്ലോ, തന്നാൽ പോരെ. എന്നാൽ അങ്ങനെയല്ല, നീ ചോദിക്കണം. നീ ചോദിച്ചില്ലെങ്കിൽ അമ്മയാണെങ്കിലും ചോറ് തരില്ലെന്നാണ് പറയുന്നത്. കർത്താവിനോട് ചോദിക്കണം. ഹീനസ്ഥിതിയിലേക്ക് എത്തുന്നത് വരെ നിൽക്കരുത്. കർത്താവിനോട് ആദ്യമേ ചോദിക്കണം. ജീവിതത്തിൽ കഷ്ടത വർദ്ധിച്ചതിന് ശേഷം, തടസ്സങ്ങൾ വർദ്ധിച്ചതിന് ശേഷം അല്ല ചോദിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് ലഭിക്കും എന്ന് വിചാരിക്കരുത്. ദൈവം നൽകുന്ന സമയത്ത് അത് വാങ്ങുവാൻ പഠിക്കേണ്ടതാണ്. എടാ എനിക്ക് വേട്ടയിറിച്ച് കഴിക്കാൻ കൊതിയാകുന്നു, അത് കൊണ്ടുവന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഇസ്ഹാക്ക് യേശാവിനോട് പറഞ്ഞു. കൊണ്ടുവന്നോ? ഈ സമയം അത് യാക്കോബ് കേട്ടു.
പെട്ടെന്ന് അവൻ കൊണ്ടുവരികയുണ്ടായി. ആ വേഷമൊക്കെ മാറ്റിയിട്ട് ഞാൻ തന്നെയാണ് മൂത്ത ആളെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹമെല്ലാം വാങ്ങിയെടുത്തു. അപ്പോൾ വരികയാണ് ആ മഹാനായ മനുഷ്യൻ. ആരാണ് ആ മഹാൻ? ഏശാവ്. അവനെ വേട്ടയാടുവൻ അറിയുകയില്ലെന്നാണോ? വേട്ടയാടുന്ന കാര്യത്തിൽ അവൻ വീരനായിരുന്നു. അനുഗ്രഹം എവിടെ പോകാനാണ്? എന്നെ തന്നെ പിതാവ് അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞവൻ ഉപേക്ഷയായി അത് വിചാരിച്ചു. അവസാനം വരികയുണ്ടായി, എടാ ഇപ്പോൾ തന്നെയാണ് നിന്റെ അനുജൻ അനുഗ്രഹം വാങ്ങിയിട്ട് പോയത്. ഒരനുഗ്രഹം പോലുമില്ല, ഒന്നുപോലുമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അത് കേട്ട് ഒരുപാട് കരയുവാനിടയായി. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ, നിന്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ ഭൂമിയിൽ മഞ്ഞ് പൊഴിയുകയില്ല, നിനക്ക് അനുഗ്രഹമുണ്ടാകില്ല. എന്താണ്? ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ എന്ന വചനം പറയുന്നു. ദൈവത്തെ അന്വേഷിക്കേണ്ടപ്പോൾ അന്വേഷിക്കണം, ചോദിക്കേണ്ട സമയത്ത് ദൈവത്തോട് ചോദിക്കണം. എത്ര പെട്ടെന്ന് നിനക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയുമോ അത്രയധികം നീ ചെല്ലുക. പ്രതികൂലം കൂടുവാൻ വേണ്ടി നീ കാത്തു നിൽക്കരുത്. സുഖമായിട്ടിരിക്കുന്നു എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കണം കുഴപ്പമുണ്ടെന്ന്. സുഖമായിരിക്കുന്നു എന്നല്ലേ നാം പറയാറുള്ളത്? സുഖമായിരിക്കുന്നു എന്നത് ഒരു രീതിയാണ്. സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സുഖമായിട്ടിരിക്കുന്നു എന്ന് സാധാരണ ചോദിച്ചാൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ലക്ഷണങ്ങൾ തുടങ്ങിയെന്നാണ് അർത്ഥം. കഷ്ടതയും ബുദ്ധിമുട്ടും വേദനയും ദുഃഖവുമെല്ലാം തുടങ്ങുന്ന അപ്പോൾ തന്നെ നാം ദൈവത്തോട് നിലവിളിക്കേണ്ടതാണ്. എപ്പോഴാണ് സുഖമില്ലാതിരിക്കുന്നു എന്ന് തോന്നുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തോട് നിലവിളിക്കണം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, പണം മൊത്തം ചിലവാക്കിയതിനു ശേഷം, കടമെല്ലാം കയറിയതിനു ശേഷം അല്ല നാം ദൈവത്തോട് നിലവിളിക്കേണ്ടത്. ഇസ്രായേൽ മക്കൾ ക്ഷയിച്ചു പോകുന്നതുവരെ 7 സംവത്സരക്കാലം ദൈവം അവരെ മറന്നു പോകുവാനിടയായി. അവർ ദൈവത്തോട് നിലവിളിച്ചില്ല. ആശ്രയമില്ലാത്ത സ്ഥിതിയിൽ ആയപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്! നീ എപ്പോൾ നിലവിളിച്ചാലും ദൈവം നിന്നോട് കോപിക്കുകയില്ല, നിന്നോട് ദേഷ്യപ്പെടുകയില്ല, നിന്നോട് മറുതലിക്കുകയില്ല. നിന്നോട് തന്നെ അവന് ഒരുപാട് ആശയുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നീ തന്നെ ചോദിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നീ നിലവിളിക്കാതെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം മറുപടി തരില്ല. ഇസ്രായേലിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഗിദെയോൻ എന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തു. അന്ന് മോശയാണ് തിരഞ്ഞെടുത്തത്, ഇവിടെ ഗിദെയോനെ തിരഞ്ഞെടുത്തു. ഈ ഗിദെയോൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ ഭയത്തോടുകൂടി, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഭയത്തോടുകൂടി മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായിട്ട് യഹോവയുടെ ദൂതൻ അവിടെ ഇറങ്ങി അവനോട്, പരാക്രമശാലിയായിരിക്കുന്ന ബലവാനായിരിക്കുന്നവനേ, എടാ ഭീരു, ഒന്നിനും കൊള്ളാത്തവനേ എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. എന്നാൽ എങ്ങനെയാണ് വിളിച്ചത്? പരാക്രമശാലിയേ, പരാക്രമശാലിയായിരിക്കുന്നവനേ, ബലമുള്ളവനായിരിക്കുന്നവനേ. നാം എല്ലാവരും പരാക്രമശാലിയാണോ? ബലവാന്മാരാണോ? സത്യം പറയൂ, നാം എല്ലാവരും ധൈര്യവാന്മാരാണോ ഭീരുക്കളാണോ? നാം ധൈര്യവാന്മാരാണ്, നാം ബലവാന്മാരാണ്. ബലവാന്മാരായിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നമ്മെ അവന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. നമ്മുടെ ദൈവം ബലവാനാണ്, അവന്റെ സ്വരൂപത്തിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് അവന്റെ ആത്മാവിലൂടെ ശാശ്വത ജീവൻ നൽകാനിടയായി. നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി അവൻ മാറ്റി. എന്നാൽ നാം ബലഹീനരായി മാറിപ്പോകുവാനിടയായി. എന്തുകൊണ്ടാണ്? ആദാമിനെ ഹൗവയെയും ദൈവം സൃഷ്ടിച്ച സമയത്ത് ഏദൻ തോട്ടത്തിൽ വളരെ ഉല്ലാസമായിരുന്നു. സിംഹങ്ങളും അതുപോലെ ക്രൂര മൃഗങ്ങളുമെല്ലാം ആദാം വിളിച്ചാൽ ഉടൻ തന്നെ പട്ടിയെപ്പോലെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. അത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു. ആദാം അവർക്കെല്ലാം പേരും കൊടുക്കാനിടയായി. വൈകുന്നേരം ദൈവം ഇറങ്ങി വരുമ്പോൾ ഓടിച്ചെല്ലുമായിരുന്നു, ചെന്നിട്ട് ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി. എന്നാൽ ഒരു ദിവസം ദൈവം ഇറങ്ങി വന്നു, ആദാമേ, ആദാമേ എവിടെയാണ്? ആദാമേ, ഓ ആദാമേ എവിടെയാണ്? എന്താണ് പറഞ്ഞത്? ഇതാ ദൈവമേ വരുകയാണെന്നാണ് പറഞ്ഞേ. ഞങ്ങൾ നിന്നെ ഭയപ്പെട്ടിട്ട് മരത്തിന്റെ പിറകിൽ. എന്തിനാണ് ഭയമുണ്ടായത്? എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? തിന്നരുതെന്ന് കൽപ്പിച്ച പഴം നീ തിന്നുവോ? ഞാൻ തിന്നില്ല ദൈവമേ. നീ എനിക്ക് തന്നില്ലേ ഒരു സ്ത്രീയെ? അവൾ തന്നപ്പോഴാണ് ഞാൻ തിന്നത്. അന്നു മുതൽ നമുക്കുള്ള ഒരു കാര്യം, ഒന്ന് ഭയം. രണ്ടാമത്, നമ്മുടെ തെറ്റ് നാം അംഗീകരിക്കാതെ മറ്റൊരുടെ മേൽ കെട്ടിവെക്കും. എന്താണ്?
അതുകൊണ്ടാണ് മനുഷ്യന് ഇപ്പോഴും ഒരു വിടുതൽ ഉണ്ടാകാത്തത്. ആ ഹവ്വ കൊണ്ടുവന്ന് തന്നപ്പോൾ എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമായി എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയായ എനിക്ക് ദൈവം തന്ന തക്കതായ തുണയാണെന്ന് എന്നവളെ വിളിച്ചില്ലല്ലോ. ഇപ്പോൾ തിന്നതെന്ന് കൽപ്പിച്ച പഴം തിന്നോ എന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ കൂടെ ഇരിക്കുവാൻ തന്ന സ്ത്രീ തന്നപ്പോൾ തിന്നു. അതെന്താണ്? എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമായവൾ അസ്ഥിയിൽ നിന്ന് അസ്ഥിയായവൾ എൻ്റെ തക്കതായ തുണ അവളാണ് തന്നതെന്ന് പറഞ്ഞുകൂടായോ? അപ്പോൾ മുതൽ മനുഷ്യന് തുടങ്ങിയ സ്വഭാവമാണ് ഒരാളുടെ മേൽ ഒരാൾ കുറ്റം ചുമത്തി വയ്ക്കുന്നത്. അപ്പോൾ മുതൽ മനുഷ്യന് ഭയമുണ്ടാകാനിടയായി. അപ്പോൾ മുതൽ നിങ്ങൾക്കറിയാമോ ഇല്ലയോ, മനുഷ്യന് സാധാരണ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും, മാനസികമായി ഉണ്ടാകുന്ന ഡിപ്രഷനുകൾക്കും, ശാരീരികമായി ഉണ്ടാകുന്ന ബലഹീനതകൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭയമാണ്. എന്താണ് ഭയം? ഭയപ്പെടുന്നത് കൊണ്ട് നമുക്കത് കെണിയായി മാറുന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മോട് 365 പ്രാവശ്യം ബൈബിളിൽ ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് വചനത്തിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ കൂടെ ഭയമുണ്ടായി. പാപം ചെയ്ത വ്യക്തിക്ക് ഭയമുണ്ടാകാനിടയായി. അങ്ങനെ ഭയത്തിൽ കൂടി പലതരത്തിലുള്ള രോഗങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും, അതുപോലെ ഒരാളുടെ മേൽ മറ്റൊരാൾ കുറ്റം ചുമത്തുന്നത് എല്ലാം നടക്കുന്നു. നാം പരാക്രമശാലികളായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ധൈര്യവാന്മാരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരാണോ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്, അവർ യേശുക്രിസ്തുവിന്റെ കൃപയാൽ ബലം പ്രാപിക്കുവാൻ ഇടയാകും. ഇപ്പോഴും നമ്മുടേത് ബലഹീനമാണ്. ബലം ആരുടേതാണ്? ദൈവത്തിന്റെ. ബുദ്ധിഹീനത നമുക്കാണ്. ജ്ഞാനം ആർക്കാണ്? അവനാണ്. അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ബലഹീനത മാറ്റിയിട്ട് നമ്മെ ബലപ്പെടുത്തും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഭീരുവേ, മിദ്യാന്യരെ ഭയപ്പെട്ടുവോ? പരാക്രമശാലിയായ ധൈര്യവാനേ, എന്താണ് പറയുന്നത്? യഹോവ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നിനക്കൊന്നും പേടിക്കേണ്ട. ബലഹീനത ബലമാകും. നിന്റെ രോഗത്തിന് സൗഖ്യം പ്രാപിക്കും. നിന്റെ ക്ഷാമം തീർന്നു പോകാനിടയാകും. നിന്റെ ശാപം അനുഗ്രഹമാക്കി അവൻ തീർക്കും. ദൈവം ഇല്ലാത്തവൻ ദരിദ്രനാണ്. ദൈവമില്ലാത്തവന് എന്തുണ്ടായാലും അത് സീറോയാണ്. ദൈവമില്ലാത്തവൻ എന്തുണ്ടായാലും, ഈ ലോകത്തിൽ എത്ര സമ്പത്തുണ്ടായാലും, പണമുണ്ടായാലും, വസ്തുവകകളുണ്ടായാലും, നിങ്ങൾ ധനവാന്മാരോട് ചോദിക്കുക, അവർക്ക് ഏത് തരത്തിലെങ്കിലും സുഖമുണ്ടായിരിക്കുമോ? എത്ര കൂടുതൽ പണമുണ്ടെങ്കിൽ അത്രയധികം ബ്ലാക്ക് ക്യാറ്റ്സ് അവർക്ക് ചുറ്റുമുണ്ടായിരിക്കണം. ആരെങ്കിലും കൊന്നുകളയുമോ എന്ന ഭയം, ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്നുള്ള ഭയം. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആദ്യം ആരെങ്കിലും തിന്നു നോക്കണം, അല്ലെങ്കിൽ അതിൽ വിഷം വെച്ചിട്ടുണ്ടോ എന്നുള്ള ഭയം. എന്താണ് സംഭവിച്ചത്? മനുഷ്യർക്ക് യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് ഭക്ഷണം കഴിക്കാം, കിടക്കേണ്ടടുത്ത് കിടക്കാം, സമാധാനത്തോടെ ഉറങ്ങാം. നിനക്ക് ഒരുപാട് പണം നിന്റെ കയ്യിലുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ഒരു കോടിക്കണക്കിന് രൂപ തന്നിട്ട് നിന്റെ വീട്ടിലേക്ക് അയക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ധൈര്യമായി പോകാൻ കഴിയുമോ? അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ഭയപ്പെട്ട് അടുത്താരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവരെ ഇങ്ങനെ മാറി മാറി നോക്കും. എന്താണ്? വെറുതെ പോകുകയാണെങ്കിൽ സുഖമായിട്ട് കൈയും വീശി പോകാനിടയാകും. എന്നാൽ 3 കോടി കയ്യിൽ തന്നാൽ നിങ്ങൾ അങ്ങനെ സുഖമായിട്ട് നടന്നു പോകുമോ? അവസാനം ശവമായിരിക്കും വീട്ടിലോട്ട് എത്തുന്നത്. നിന്റെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ നിന്റെ അടുത്തിരിക്കുന്ന ഭർത്താവിനെയും വേണമെങ്കിൽ അവർ കൊല്ലും. ഈ കാലത്ത് പണത്തിനു വേണ്ടി ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, വൃദ്ധ മാതാപിതാക്കളെ കൊല്ലുന്ന കൊച്ചുമക്കൾ, എങ്ങനെയുള്ള കാലമാണിത്? വളരെ ദയനീയം. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വ്യക്തികൾക്ക് ഒരു കുറവുമില്ല. ഒരുപക്ഷെ നിന്റെ കയ്യിൽ കോടികൾ ഉണ്ടായിരിക്കുകയില്ല. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്കൊരു ആപത്തും ഉണ്ടാവുകയില്ല. പരാക്രമശാലിയായ ഗിദെയോനേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. യഹോവ നിന്നോട് കൂടെയുണ്ട്. നാം എപ്പോഴും പരിശോധിക്കേണ്ടതാണ്, ദൈവം എന്നോട് കൂടെയുണ്ടോ? കർത്താവ് എന്നോട് കൂടെയുണ്ടോ? കർത്താവ് എന്നിൽ വസിക്കുന്നുണ്ടോ? ഉന്നതനായ ദൈവം, സർവശക്തൻ, സർവവ്യാപിയായ ദൈവം, പരിശുദ്ധ സ്ഥലത്തിൽ നിവസിക്കുന്ന ദൈവം, അവൻ മനസ്താപവും വിനയവും ഉള്ളവരോട് കൂടെ ഞാൻ വസിക്കുന്നുവെന്ന് പറയുന്നു. കൂടെ വസിക്കാമെന്നാണ് പറഞ്ഞത്, വന്നിട്ട് പോകാമെന്നല്ല. അത്ര ഉന്നതനായ ദൈവം മനസ്താപമുള്ളവരുടെ ഹൃദയത്തിൽ, വിനയമുള്ളവരുടെ ഹൃദയത്തിൽ, പ്രാർത്ഥനയുള്ളവരുടെ, ദൈവത്തിനോട് പ്രത്യാശയും വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അവൻ ആലയത്തിലിരിക്കുന്ന ദൈവമല്ല, അവൻ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമാണ്. എന്താണ്? സക്കായി യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പോകാനാണ് വിചാരിച്ചത്. എന്നാൽ കർത്താവ് എന്താണ് പറഞ്ഞാൽ? നിന്റെ കൂടെ നിന്റെ വീട്ടിൽ
വരും എന്നാണ് പറഞ്ഞത്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം പരീക്ഷിക്കണം. ദാവീദ് പാപം ചെയ്തപ്പോൾ പറഞ്ഞു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി. നാം പാപം ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുകയില്ല. അവന്റെ ആത്മാവ് നമ്മെ വിട്ടുപോകുവാൻ ഇടയാകും. ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദിനോട് ശൗലിന് അസൂയ ഉണ്ടാകുവാനിടയായി. അസൂയ വന്ന സമയത്ത് അവൻ വിദ്വേഷത്തോടുകൂടി അവനെ നോക്കി എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുപിരിഞ്ഞിട്ട് ദുരാത്മാവ് അവന്റെ മേൽ വരുവാനിടയായി. നിനക്ക് അസൂയ വരുമ്പോൾ, കോപം വരുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ, ധനത്തോടുള്ള ആഗ്രഹം നിന്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം നിന്നെ വിട്ടു പോകും. നീ അനുദപിക്കുമ്പോൾ, നിന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ, ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്നെ തന്നെ കഴുകുമ്പോൾ വീണ്ടും നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നാം വചനം കേൾക്കുന്നത്, അതിനാണ് നാം പ്രാർത്ഥിക്കുന്നത്, അതിനാണ് നാം ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി ഉപേക്ഷിച്ചിട്ട് നല്ല ബന്ധത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ഗിദെയോനിൽ കൂടി 7 സംവത്സര കാലത്തോളം വളരെ കഷ്ടത അനുഭവിച്ചിരുന്നതായി ഇസ്രായേൽ മക്കൾ, പീഡിപ്പിക്കപ്പെട്ടവർ. അവരെല്ലാം വിടുവിക്കപ്പെടുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഗിദെയോനിൽ കൂടി ദൈവം ചെയ്തു. ബാക്കിയുള്ള വചനം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ നിന്റെ മക്കളെ നീ ഒന്ന് ദർശിക്കണമേ. ഏത് കഷ്ടതയാണെന്ന് നോക്കണമേ. പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോയിട്ട്, പിശാചിന്റെ പിടിയിൽപ്പെട്ട് പിതാവേ ക്ലേശിക്കുന്നവരെ, കഷ്ടതയിലേക്ക് പോയിരിക്കുന്നവരെ അന്ന് നീ വിടുവിച്ചെടുത്തതുപോലെ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ഞങ്ങളെല്ലാം വിടുവിക്കുമാറാകണമേ ദൈവമേ. നിന്റെ സാന്നിധ്യമുണ്ടായാൽ മതി ദൈവമേ. ഏത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരമുണ്ടാകും. ഏത് രോഗമാണെങ്കിലും സൗഖ്യം പ്രാപിക്കും. ഏത് ആവശ്യമാണെങ്കിലും നിറവേറ്റപ്പെടും. ഏത് കുറവാണെങ്കിലും പൂർണ്ണമാക്കപ്പെടാനിടയാകും. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടു, സമൂഹത്തെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടു, ലോകക്കാരെ വിശ്വസിച്ച് നഷ്ടപ്പെട്ടു. നീ മാത്രമാണ് കർത്താവേ ഞങ്ങളുടെ ദൈവം. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. സർവാധികാരിയാണെന്ന് പറഞ്ഞവനെ, നിന്നാൽ സകലതും സാധ്യമാണെന്ന് അരുളി ചെയ്തിരിക്കുന്ന ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, ആരൊക്കെയാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവരെല്ലാം നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുമാറാകണമേ. ഭയത്തോടുകൂടി ഭീരുവായിട്ട് തകർന്നു പോകുന്ന ആളുകളെ യേശുവിന്റെ നാമത്തിൽ ബലപ്പെടുത്തുമാറാകണമേ. എല്ലാ മാനസികമായ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. എല്ലാ ശാരീരികമായ ബലഹീനതകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. പിശാചിന്റെ ശക്തിയിൽ നിന്ന്, ബലഹീനപ്പെടുത്തുന്ന ആത്മാവിൽ നിന്ന് നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുമാറാകണമേ. എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തോടുകൂടി എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണവൻ എന്ന വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ, അതുപോലെ ജയ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇവിടെയായിരിക്കുന്ന നാം എല്ലാവരോടും ഇന്നും എന്നേക്കും കൂടെയിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ